നീ അവിടേക്ക് നമ്മൾ എത്തുക. വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ്. വഅലമു മുഅ്മിനീങ്ങളെ നിങ്ങൾ അറിയുക, അന്ന ഫീക്കും റസൂലല്ലാഹ്, നിങ്ങളെ ഉള്ളിൽ റസൂലുള്ളാഹ് ഉണ്ടെന്ന് നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങൾ ആരായി? മുഅ്മിനായി. അതുവരെ മുഅ്മിനാവില്ല. അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നബി പാർക്കാനുള്ള ഒരു സാധന, അത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടില്ലേ പാനീസിന്റെ ഉള്ളിൽ വിളക്ക് വെക്കും. പിന്നെ വിളക്കിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം മാത്രമാണ് എന്ത്? പാനീസ്. എനിക്ക് റസൂലുള്ളാഹിക്ക് കുടിപ്പാർക്കാനുള്ള ഒരു സാധനമാണ് നീ എന്ന് മനസ്സിലാക്കിക്കോ. എൻ്റെ ഉള്ളിൽ എനിക്കൊരു മാത്രമല്ല, എനിക്ക് എന്താ ഉള്ളത്? കവിത നല്ല കവിതയാണ് അതൊക്കെ. ലിസാനുൽ ഫതാനി സുഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. പകുതി നിന്റെ നാവ, പകുതി നിന്റെ ലിസാനുൽ ഫതാനി സുഫുൻ വനിസ്ഫുൻ ഫുആദു. നീ മനുഷ്യൻ എന്നാൽ പകുതി നാവും പകുതി ഹൃദയവുമാണ്. ഫമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. പിന്നെ കുറച്ച് ഇറച്ചിയും ചോരയും, അത്ര തന്നെ. അതാണല്ലോ ഈ. അപ്പൊ അതൊക്കെ ഒരു കേസാണ്. ആർക്ക് പാർക്കാൻ? ഹബീബായ നബി പാർത്താൽ നിന്റെ ഖൽബ് അർശിൽ ആരുണ്ടാവും? അല്ലാഹു ഉണ്ടാവും. അപ്പൊ അല്ലാഹു റസൂലും നിൽക്കാനുള്ള സാധനം മാത്രമാണ് ഈ. ഇപ്പൊ ആരായി? മുഅ്മിനായി. അപ്പൊ നിന്റെ തടി എന്തിനു വേണ്ടിയാണ്? നരകത്തിന് രക്ഷപ്പെടുത്താൻ നിന്റെ ലക്ഷ്യമല്ല. നബിക്ക് നിൽക്കാനുള്ള ഒരു കേസാണ് ആര്? ആ കേസിന്റെ ഉള്ളിൽ ഫുആദി എന്ന ഉണ്ണിയുണ്ട്. ആ ഉണ്ണി ആർഷാണ്. ആർക്ക്? അള്ളാഹു തആലക്ക്. അള്ളാഹു അവിടെ പാർക്കണമെങ്കിൽ അവിടെ ആര് വേണം? റസൂലാണ്. റസൂലില്ല. റസൂലിന്റെ ബശറായി പണ്ട് 1500 മുമ്പ് വല്ലതും മറവി ചെയ്തു. പിന്നെ എങ്ങനെയാ എന്റെ കൽബിൽ അള്ളാഹു പാർക്കുക? അപ്പൊ എനിക്ക് ഇതൊരു പകുതി മരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇപ്പൊ ചെല്ലുന്നത്. പകുതി മരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവനുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹ് അതിന് ജീവനില്ല, മരിച്ചുപോയി. മനസ്സിലായില്ലേ? ഞാൻ അവസാനിപ്പിക്കാണ്. ഇതെന്റെ രണ്ടാം ഭാഗമാണ്. ഇനിയുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിഴവ് സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ പിഴവ് അടിസ്ഥാന പിഴവല്ലെങ്കിൽ പോലും നമുക്ക് തിരുത്തേണ്ടതുണ്ട്. മുൻഗാമികളിൽ നമുക്ക് അകന്നുപോയെന്നേ ഉള്ളൂ. വഹാബികൾക്ക് അടിസ്ഥാനം പഴിച്ചു, കേവലം ബഷരിയത്തിൽ മാത്രം ഉടക്കി. റസൂലുള്ളാഹിക്ക് അതിനപ്പുറം അവർ വില കൽപ്പിച്ചതേയില്ല. ഖുർആൻ തരാമെന്ന ഒരാൾ മാത്രമാണ് അവർക്ക് ആര്? റസൂലുള്ളാഹ്. സുന്നികൾക്ക് അടിസ്ഥാന പിഴവല്ലെങ്കിൽ പോലും ഇത് നമ്മളെ എന്തിലേക്ക് നയിക്കും? ഒരു തരം വഹാബിയത്തിലേക്ക് നയിക്കും. കാരണം നമ്മളിലൂടെ നബിയെ കാണാൻ. മനസ്സിലായി? നബി നിങ്ങൾക്ക് ഒരാൾ മരിച്ചു, അയാളെ ഭാര്യ ഒരാൾ കല്യാണം കഴിച്ച് ആ ഭാര്യക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കൽ ഒരു നല്ല കാര്യമല്ല. അതേ സമയത്ത് റസൂലുള്ളാഹിക്ക് നല്ല കാര്യമല്ല, ഹറാമാണ്. വേറൊരാളെ പെണ്ണുങ്ങളെ കെട്ടി ചെലവിന് കൊടുത്താൽ മതി. റസൂലുള്ളാഹിക്കോ എന്റെ പെണ്ണുങ്ങൾക്കോ കെട്ടാ ചെലവിന് കൊടുക്കണം. നിനക്ക് നിന്നെക്കാൾ പ്രധാനമാണ് എന്ത്? നബിയുടെ ഭാര്യമാർ എന്റെ ഉമ്മമാരാണ്. ഞാൻ എന്റെ ഉമ്മയാണോ? അല്ല. ഉമ്മയല്ലേ? ആണ്. ഭക്ഷണം കൊടുക്കൽ മറ്റെല്ലാം നിങ്ങൾക്ക് വാജിബാണ്, എല്ലാം ഇക്റാം വാജിബാണ്. സ്വന്തം മാനെ പോലെ അവരെ പോറ്റണം. എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് ഉപകാരം എടുക്കാനും പാടില്ല. എന്തുകൊണ്ട്? നിന്റെ ഉപകാരത്തിന് അപ്പുറത്താണ് നബി. എന്റെ ഉപകാരം കാണണ്ട. നിന്റെ ഉപകാരം മറന്നാളാ. നിനക്കൊരു ഉപകാരം വേണ്ട. നിന്റെ ഉപകാരത്തിന്റെ അപ്പുറത്താണ് ആര്? പറയേ, ഹബീബാ റസൂലുള്ളാഹ്. അതാണ് മുൻഗാമികളുടെ നബി. അപ്പൊ അവർക്ക് നബി മതി. വാ മുഹമ്മദാ, വാ മുഹമ്മദാ. ആദ്യത്തെ യുദ്ധം യമാമയാണ്. യമാമയിൽ വകാന ശിആറുഹും യൗമഇദിൻ വാ മുഹമ്മദാ. യുദ്ധക്കളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയല്ലേ പാഞ്ഞ്. പിന്നെ യാ വാ മുഹമ്മദാ യുദ്ധം ചെയ്തു. വാ മുഹമ്മദാ. അവരെ കൽബിൽ ആരാ ഉള്ളത്? ഹബീബായ നബി. ഹബീബായ നബി ഉണ്ടെങ്കിൽ ആ കൽബിൽ ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അള്ളാഹു ഇല്ലെങ്കിൽ റസൂൽ ഉണ്ടാവില്ല. നിങ്ങൾ ആരും ഇന്നെ പഠിപ്പിക്കണ്ട. നിങ്ങളെ ഔലിയാക്കന്മാർ പഠിപ്പിച്ചാളി. വിചാരിച്ചെടുത്തുന്ന അപ്പുറത്താണ് ഞാനുള്ളത്. നിങ്ങൾ ഇന്നെ പഠിപ്പിക്കണ്ട. നിങ്ങൾ നബി മാത്രം മതി, അള്ള വേണ്ടേ. എടാ അന്തല്ലാത്തവനെ, അള്ള ഇല്ലാത്തോടത്ത് ആരുണ്ടാവില്ല.
വിചാരിച്ച നബിയല്ല. നബി ഉണ്ടാകണമെങ്കിൽ അവിടെ ആര് വേണം? അള്ളാഹുവിനെ ഇല്ലാത്തൊരു നബിയില്ല. നീ ഒരു കൽബിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവന്നാൽ, റസൂലുള്ളാഹിനല്ലേ എങ്ങനെ പറഞ്ഞത്? റസൂലുള്ളാഹിനല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ വലുപ്പത്തിൽ എന്താ? അല്ലാഹ്. ആ മോലിയർക്കൊക്കെ അതിന്റെ കുട്ടിയാണ്. ഒരു 2 നെയ്യപ്പം കൊടുത്താലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖാസിമിസ്ഥാന്റെ കുട്ടിയാണ്. ഓൻ എല്ലാവർക്കും ഒരു നെയ്യപ്പാണെങ്കിൽ ഓൻ 2 ഉണ്ണിയപ്പം കൊടുത്താൽ അങ്ങനെ അപ്പൊ അവിടെ വലുപ്പത്തിലായിരിക്കാം. അടച്ചോനെ, എന്തൊരു കൗമാണ് റബ്ബെ. അത് കാസിം ഉസ്താദിന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ കാസിമിനെ നിങ്ങൾ മറന്നല്ലോ അങ്ങനെ പറഞ്ഞു. ഒരാൾ എനിക്ക് ഫോൺ ചെയ്യാം, അപ്പൊ അള്ളാനെ മറന്ന മാതിരിയാണല്ലോ. എടാ ജക്ക് എത്ര വലിപ്പുണ്ടല്ലോടാ, ജക്ക് എനിക്ക് അള്ളാനെ വിടും, ജക്ക് ആരടാ? റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വലിപ്പത്തിൽ എന്താ? അല്ലാഹ്. കാളിയുടെ മകനായി ഇല്ലെങ്കിൽ ശാപ്പക്കുറ്റി ഞാൻ ചൂടാക്കി എന്ന് പറയും ചിലപ്പോ. അങ്ങാടിയിൽ നിർത്താൻ അങ്ങാടി തല്ലുണ്ടാക്കുക. അപ്പൊ പഴയ നമ്മളെ കാളിയുടെ മകനാ, കാളിയർ മരിച്ചും പോകും. അപ്പൊ നമ്മളവിടെ മദ്യം പറയാൻ ചെല്ലി നമ്മളെന്താണോട് പറയാം? എടാ ജാ ഞങ്ങളെ മൊമോലിയുടെ മകനായി പോയി, ഇല്ലെങ്കിൽ ഇതിനൊക്കെ പണി എന്റെ അണ്ണിയാൻ ശരിയാക്കും. അതിനർത്ഥം എന്താ? മൊമോലിയരെ നിങ്ങൾ മറന്നോ? അതിനെ പറയാൻ പറ്റും. മൊമോലിയരെ മറക്കാത്തോണ്ടല്ലേ മൊമോലിയരെ കുട്ടിയാണ്. നമ്മളെ കാളിയുടെ മകനാ തൊടലിട്ടാ തള്ളാണ്ട് ഈ വീട്ടികള്. ഇന്നലെ ഒരുത്തൻ എനിക്ക് ഫോൺ ചെയ്യാം, നിങ്ങൾ അള്ളാനെ പറ്റി മറന്നു, ഇതൊക്കെ എത്ര വലിപ്പുണ്ട് കടയങ്ങൾ. റസൂലുള്ളാഹിന്റെ വലിപ്പം റസൂലായതല്ല. റസൂൽ ദൂതനല്ലേ. നാട്ടിലൊക്കെ ദൂതന്മാർ ഇറക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഖത്തറിനും ഇസ്രായേലിന്റെ ഇടയിൽ ദൂതന്മാരാണ്. ഈ ദൂതന്റെ ഭാഷാപരമായി എന്ത് പറയും? റസൂൽ എന്നറിയാലോ. റസൂൽ ഖത്തർ, റസൂൽ ഇസ്രായേൽ, അങ്ങനെയൊക്കെ പറയാലോ. ഇത് റസൂലല്ല, റസൂലുള്ളാഹിയാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ എന്നെ പഠിപ്പിക്കരുത്. അതിന് മാത്രം ഞാൻ വലിയ ആളായിട്ട് പറയല്ല. പക്ഷെ ഞാൻ അത് 100 വട്ടം ആലോചിക്കാതെ പറയില്ല. അള്ളാഹുവിന്റെ റസൂൽ അള്ളാന്റെ വലുപ്പത്തിലാണ്. ഞാൻ 100 വട്ടങ്ങളോട് പറയും, ഇത് അള്ളാന്റെ വലുപ്പത്തിലാണ്. ആര്? റസൂൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ അക്ബരിയത്തിന് ആരിലൂടെ മനസ്സിലാക്കണം? നബിയിലൂടെ മനസ്സിലാക്കണം. റസൂല, അള്ളാന്റെ റസൂലാണ്. അപ്പൊ നമ്മളെ ലാഭത്തിൽ നിന്ന് കാണണ്ട. അതിന്റെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ. അപ്പോ ഹൗദുൽ കൗസർ കാണണ്ട. അത് എന്തുവായിരുന്നൂടെ ദ്വാരക്ക. പക്ഷെ അതിന്റെ അപ്പുറത്താണ് എന്ത്? ഒരു ദോഷിയായ അടിമയെ പറ്റിയ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട്, ഒരു ദോഷിയായ അടിമ, പക്ഷെ അള്ളാഹിന് ഇഷ്ടം. ദോഷിയ അള്ളാഹ് വലിയ ഇഷ്ടം. അപ്പൊ അള്ളാഹിന്റെ അടുത്ത് ചെന്ന് അള്ളാഹ് ഇവനെ ചോദിച്ചു, ഹദീസ, നിനക്ക് ഞാൻ എന്താ വിധിക്കണ്ട്? എന്ത് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, ചിന്റെ റബ്ബല്ലേ. അപ്പൊ ഞാൻ നരകം വിധിക്കുകയാണെങ്കിലോ? ഇഷ്ടമാണ് പഠിച്ചോനെ. എന്നാ നിനക്ക് നരകം വിധിച്ചു. നരകം വിധിച്ചു എന്ന് കേട്ടതോടുകൂടി ഇയാൾ നരകത്തിലേക്ക് പോയിട്ട് നരകത്തിലേക്കാണ് ചാടി. ഹമദത്തിന്നാർ, ആ ഭാഗത്തെ നരകം തന്നെ കെട്ടുപോയി. എന്തുകൊണ്ട്? ഇയാൾ ആരാ? റാദിയാണ്. ആരില്? നരകമൊക്കെ വിഷയം തന്നെയല്ല. അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹിനെ പ്രേമിച്ചല്ല, അയാൾ അള്ളാഹിനെ പ്രേമിച്ചാണ്. അയാൾക്ക് ഇഷ്ടം ആരാണ്? ജിന്റെ റബ്ബാണ്. എന്ത് ചെറുക്ക് ഇഷ്ടം? നരകം വിധിക്കുക. എന്നാ നരകം വിധിക്കാം. വിധിച്ചോ റബ്ബേ, എനിക്ക് തന്നെയാണ് ഇഷ്ടം. ഞാൻ നരകം വിധിച്ചു. നരകം വിധിച്ചു എന്ന് കേൾക്കുമ്പോഴത്തിന് അയാൾ ജഹന്നം, നരകഭാഗത്തേക്ക് ഓടിയിട്ട് ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റച്ചാട്ടം ഫഹമദത്തിന്നാറു. അപ്പോൾ ആ ഭാഗത്തെ തീയിൽ കെട്ടുപോയി. പിന്നെ ഇയാൾ ആരാ? അള്ളാഹു റാദിയാണ്. ഇയാൾ നരകത്തിനെ പേടിച്ചാളല്ല. ഇയാൾ ആരെ പേടിച്ചാളാണ്? അല്ല. പിന്നെ മനുഷ്യന് അല്ലേ, മനുഷ്യനാവുമ്പോ സ്വാഭാവികമായും ആ മണ്ണിന് പല ഷഹവാത്തും ഉണ്ടാവും. അപ്പൊ കള്ളുടിച്ചൊക്കെ ഉണ്ടാവാം. അതൊക്കെ അവന്റെ ഷഹവാത്താണ്. പക്ഷെ ആരിട്ടാണ്? അള്ളാഹു ഇട്ടാണ്. ചില ആളുകളുണ്ടല്ലോ അങ്ങാടിയിൽ. എന്നോട് ഒരാൾ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ